സാർ നമസ്കാരം. നമസ്കാരം. സർ, F-34 ആണ് ഇപ്പോഴത്തെ വിവാദ വിഷയം. അത് വന്നപ്പോൾ മുതൽ ഒരുപാട് ദുരൂഹതകൾ, ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇത് സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? അതേക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ എന്താണ്? നോക്കൂ, ഇതിൻ്റെ അകത്ത് ദുരൂഹതയൊന്നുമില്ല. സത്യത്തിൽ ഈ ദുരൂഹതയൊക്കെ ഇവിടുത്തെ നമ്മുടെ പല മാധ്യമങ്ങളും അങ്ങനെയുള്ളവർ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് ഈ HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറഞ്ഞ ബ്രിട്ടന്റെ ഒരു വിമാനവാഹിനിയിൽ നിന്ന് പറന്നുയർന്ന ഒരു അവരുടെ നാവികസേനയുടെ ഭാഗമായിട്ടുള്ള വിമാനമാണ്. ഈ വിമാനവാഹിനി ഇവിടെ നമ്മുടെ ഇന്ത്യൻ തീരത്തെത്തിയത് ഇന്ത്യൻ നേവിയുമായി ചേർന്നുള്ള ഒരു സംയുക്ത നാവികാഭ്യാസത്തിന് വേണ്ടിയാണ്. ഏതൊരു വിമാനവാഹിനി സഞ്ചരിക്കുമ്പോൾ, കടലിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു തീരത്തെത്തുമ്പോൾ ആ കാര്യം അതിൽ നിന്ന് പല പരിശീലന പറക്കലുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ പരിശീലന പറക്കലുകളുടെ ഭാഗമായി എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ഒരു രാജ്യത്തിന്റെ എയർപോർട്ടിൽ ഇറങ്ങണം. അങ്ങനെ ഓരോ എമർജൻസി ലൊക്കേഷൻസ് എപ്പോഴും ഇവർക്കുണ്ടാകും. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഏറ്റവും അടുത്തുള്ള എമർജൻസി ഇവരുടെ ലൊക്കേഷൻ, ലാൻഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലുള്ള ലൊക്കേഷൻ തിരുവനന്തപുരമാണ്. ഇത് തിരുവനന്തപുരത്തെ നമ്മുടെ നേവിയൊക്കെ അറിയിച്ചിരുന്ന കാര്യമാണ്. കാര്യം ഇവിടെ ഞങ്ങളുടെ വിമാനവാഹിനി ഇന്ന ലൊക്കേഷനിൽ അവിടെ ഉണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ് ഏറ്റവും അടുത്തുള്ള എയർപോർട്ട്, ഞങ്ങളെ അവിടെ ഹെൽപ്പ് ചെയ്യണം. ഇത് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗഹൃദ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന യൂഷ്വലായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ആ HMS പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്നും പറന്നുയർന്ന് പരിശീലനത്തിന്റെ ഭാഗമായിട്ട് പറന്ന് തിരികെ ലാൻഡ് ചെയ്യാറായപ്പോൾ കടൽ പെട്ടെന്ന് പ്രക്ഷുബ്ധമായി. അങ്ങനെ ഇളകി കളിക്കുന്ന കടലിലെ ആ ഒരു റൺവേയിൽ അതിന് ഇറങ്ങാൻ പറ്റാതെ വന്നു. ഇറങ്ങാൻ പറ്റാതെ പറഞ്ഞാൽ പല പ്രാവശ്യം അത് ട്രൈ ചെയ്തു. അങ്ങനെയുള്ള പല ട്രയലുകൾക്കിടയിൽ അതിന്റെ അവസാനം ഇതിൻ്റെ അകത്ത് ഇന്ധനം തീരാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ മാർഗമില്ല. ഏതാണോ അതിന്റെ ഡെസിഗ്നേറ്റഡ് എമർജൻസി ലൊക്കേഷൻ അവിടേക്ക് പോവുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് എമർജൻസി ആയിട്ട് അവിടെ ലാൻഡ് ചെയ്യേണ്ടതുണ്ട്, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം എന്ന് അവർ ഇന്ത്യൻ നേവിയെയും നമ്മുടെ ഗവൺമെന്റിനെയും അറിയിച്ചു. അതിനനുസരിച്ച് അവർ വന്ന് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ഇങ്ങനെ ലാൻഡ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് റീഫ്യൂൽ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. പക്ഷേ തിരിച്ച് അതിന് പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ എമർജൻസി ആയിട്ട് ലാൻഡ് ചെയ്തപ്പോഴോ ഇനി വേറെ, അതായത് ക്രാഷ് ലാൻഡ് ചെയ്യേണ്ടത്, അപ്പോൾ അതുകൂടാതെ മറ്റെന്തെങ്കിലും സാങ്കേതിക തടസ്സമോ എന്താണെന്ന് അറിഞ്ഞുകൂടാ, എന്തോ തകരാറൊന്നും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഹൈഡ്രോളിക്സിന് തകരാറായി എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അതിന് തിരികെ ടേക്ക് ഓഫ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അതിന്റെ വിദഗ്ധർ വരണം. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം. ബാക്കിയെല്ലാം ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാക്കുന്ന അപസർപ്പക കഥകളാണ്. ഇതാണ് അതിന്റെ വാസ്തവം. ഇത് രാജ്യങ്ങൾ തമ്മിൽ പറയും. ഇത് എല്ലാ രാജ്യങ്ങളും തമ്മിൽ പരസ്പരം ചെയ്യുന്നതാണ്. ഒരു എമർജൻസി സിറ്റുവേഷൻ, ഒരു ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് അനുവദിക്കുന്ന കാര്യമാണ്, ഇത് ചെയ്യാറുള്ള കാര്യമാണ്, വേണ്ടി വന്നാൽ ചെയ്യേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ബ്രിട്ടനുമായിട്ട് ഇന്ത്യക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ത്യയുടെ സൗഹൃദ രാജ്യമാണ്. യൂഷ്വലായിട്ടുള്ള കാര്യങ്ങളാണ്. ദുരൂഹത എന്ന് പറയുന്നത് പിന്നെ മറ്റുള്ളവർ ഉണ്ടാക്കുന്നതാണ്. അതല്ലാതെ മറ്റൊന്നുമില്ലെന്ന് ഇങ്ങനെ പറയുമ്പോഴും പലതരത്തിലുള്ള വാർത്തകളല്ലേ വരുന്നത്. കാരണം അവരുടെ ആളുകൾ വന്നതിന് ശേഷം മാത്രം അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുക. ഈ ഹാങ്ങറിലേക്ക് മാറ്റുന്നതിന് 950 കോടി മാത്രം ഒരു ദിവസം ഈടാക്കുന്നത് ഇന്ത്യ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ. അപ്പോൾ അതെല്ലാം നോക്കുമ്പോൾ ഇത്രയും എന്താ പറയുക, നമ്മുടെ ഒരു ആളുകൾക്ക് പോലും അറ്റകുറ്റപ്പണി നടത്താമെന്ന് പറയുമ്പോൾ പോലും അത് പറ്റില്ല. അവിടെ നിന്ന് തന്നെ ആളുകൾ വരണം എന്നൊക്കെ പറയുന്നു. പിന്നീട് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ള ആ ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ അവിടെ ഒരു ദുരൂഹത തോന്നിയാൽ അതിന് തെറ്റ് പറയാൻ പറ്റുമോ? അല്ലാതെ ഇത് ദുരൂഹത, ഒരു കാര്യം മനസ്സിലാക്കും, നമുക്ക് ഈ വിമാനം ഇല്ല. നമ്മുടെ എഞ്ചിനീയർമാർക്കോ നമ്മുടെ ആൾക്കാർക്കോ നമ്മുടെ സാങ്കേതിക വിദഗ്ധർക്കോ ഈ വിമാനം റിപ്പയർ ചെയ്യാനുള്ള എക്സ്പെർട്ടീസും ഇല്ല.
ഇത് മ, ഉം, അവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നു. അപ്പം അതിന്റെ വിദഗ്ധർ തന്നെ വരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്ത് ദുരൂഹതയാണ് ആ, പിന്നെ ബാക്കിയുള്ളത്? അതിന്റെ ദുരൂഹതയ്ക്ക് എന്ത് കാര്യമാണല്ലോ അതാ ഞാൻ പറഞ്ഞത്. ഈ ദുരൂഹത എന്ന് പറയുന്നത് പറഞ്ഞുണ്ടാക്കുന്ന സംഭവമാണത്. സോഷ്യൽ മീഡിയയുടെയും ഫേസ്ബുക്കിന്റെയും ഇങ്ങനെയുള്ള ആ, വലിയ കമ്മ്യൂണിക്കേഷൻ വിപ്ലവത്തിന്റെ കാലമാണ്. കയ്യിൽ ഒരു ഫോണും ഒരു ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ ആർക്കും എന്തും പറയാം, എന്ത് ദുരൂഹതയും പടർത്താം. അത് ആൾക്കാരിൽ എത്തിക്കാൻ കഴിയും. വലിയൊരു മാസിലേക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്തിക്കാൻ കഴിയും. പൊതുവെ നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഈ രീതിയിലുള്ള കോൺസ്പിറസി തിയറികൾക്കും ദുരൂഹ കഥകൾക്കുമൊക്കെ വലിയ ഒരു റീച്ചും ആ റീച്ച് മുതലെടുത്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള കോൺസ്പിറസി തിയറികൾ വ്യാപിക്കുന്നത്. ഇതിന്റെ ഇടയിൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കേൾക്കാൻ ആളുണ്ടാവില്ല. എന്തൊക്കെയാണ് കേൾക്കുന്നത്? നമ്മൾ കണ്ടില്ലേ? എന്താണ് റഡാർ വെച്ച് ഈ വിമാനത്തിനെ ലോക്ക് ചെയ്ത് പിടിച്ചു കെട്ടി താഴെ ഇറക്കി അതിന്റെ എല്ലാ ടെക്നോളജികളും നമ്മുടെ എഞ്ചിനീയർമാർ മനസ്സിലാക്കി. ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല അവർക്ക്. ഇനി ഈ ലോക്ക് നമ്മൾ അഴിക്കാതെ അവർക്ക് രക്ഷയില്ല. ഇങ്ങനൊക്കെ എന്തൊക്കെയാ പലതും നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കുന്നതല്ല എന്ന് വേണം പറയാൻ. അപ്പൊ അത്തരത്തിലുള്ള വാർത്തകളെല്ലാം ശുദ്ധ അസംബന്ധമാണ് എന്നാണ് സാർ പറയുന്നത്. ഈ വാർത്തകൾ 100%. ഇങ്ങനെ ഈ വാർത്തകൾ ഇങ്ങനെ പടച്ചുവിടുന്നു എന്ന് പറയുമ്പോഴും ഈ വാർത്തകൾക്കും ഒരു സോഴ്സിൽ നിന്ന് കിട്ടിയതാകാനുള്ള സാധ്യതയില്ല സർ. ഏത് സോഴ്സ് അതാ ഞാൻ പറഞ്ഞത്. ഈ ഭാവനയാണ് ഇതെല്ലാം. ഏത് സോഴ്സ് ഇപ്പൊ ഒരാളോട് ചോദിക്കുന്നു, ഇപ്പൊ പ്രജിത എന്റെ അടുത്ത് ചോദിക്കുന്നു, എനിക്ക് എന്റെ രീതിയിലുള്ള ഒരു ഉത്തരം എനിക്ക് വേണമെങ്കിൽ പറയാം. എനിക്കിപ്പോ ഇവിടെ ഇരുന്ന് ഞാൻ പറയുക, എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇത് ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ബ്രിട്ടനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചു. അവിടെ നിന്ന് നരേന്ദ്രമോദി നേരിട്ട് ഓർഡർ കൊടുത്തു, ആ വിമാനത്തിനെ റഡാർ ലോക്ക് ചെയ്ത് താഴെ ഇറക്കൂ എന്ന് പറഞ്ഞു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം എന്ന് വേണമെങ്കിൽ എനിക്ക് പ്രജിതയോട് പറയാം. ആർക്കെന്നെ തടയാൻ കഴിയും? എനിക്ക് എന്താണ് എന്റെ സോഴ്സ് എന്ന് ചോദിച്ചാൽ എനിക്ക് ആ വിവരം കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കേട്ടാൽ ഇത് അവിശ്വസനീയമാണെന്നൊക്കെ തോന്നും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഓരോന്നും ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. മറ്റൊരെണ്ണം പറയുന്നത് കേട്ടിരുന്നു, നമ്മൾ ഇവരെടുത്ത് 100 മില്യൺ പൗണ്ടാണ് ഇതിന് വാടക ചോദിക്കുന്നത്. അത് കേട്ട് ഇംഗ്ലണ്ട് ആകെ ബ്രിട്ടൻ ആകെ ഞെട്ടിയിരിക്കുകയാണ്. വേറൊരു ന്യൂസ് വന്നത് ഇങ്ങനെ ആ വിമാനത്തിനെ നോക്കിക്കൊണ്ട് അതിന്റെ ടെക്നോളജി മുഴുവനും നമ്മുടെ എഞ്ചിനീയർമാരും ടെക്നീഷ്യൻസും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു F-35 അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിമാനം ഉണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ല. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നോക്കൂ, ഈ F-35 ഇതേ വിമാനം അത് 2-3 മാസങ്ങൾക്ക് മുമ്പ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂർ എയർ ഷോയിൽ വന്ന് പ്രദർശിപ്പിച്ചതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല ഈ വിമാനം വരുന്നത്. ഇത് ഈ പറഞ്ഞതുപോലെ ഒരു റുട്ടീനായിട്ടുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു. കാര്യം ഇത് ലോകം മുഴുവൻ നടക്കുന്ന ഒരു റുട്ടീൻ പ്രോസസ്സാണിത്. അത് വേണ്ടി വന്നാൽ മാത്രമേ ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. അത്ര തന്നെ ഉള്ളൂ ഇത്. അതല്ലാതെ മറ്റൊന്നുമില്ല. അപ്പൊ സാർ പറഞ്ഞതുപോലെ ഇത് എയർ ഷോയിൽ വന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചകളൊക്കെ നമുക്ക് വേണമെന്നുള്ള തരത്തിലുള്ള ഏതെങ്കിലും ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് സാറിന് അറിയാമോ? അമേരിക്ക നമുക്ക് ഈ വിമാനം ഓഫർ ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനമാണ്. അമേരിക്ക അത് നാറ്റോ സഖ്യരാജ്യങ്ങൾക്കും അതേപോലെ ഇസ്രയേലിനുമല്ലാതെ മറ്റാർക്കും കൊടുത്തിട്ടില്ല. പക്ഷെ അവർ നമുക്കിത് ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നാം ഇതുവരെ ആ ഓഫർ സ്വീകരിച്ചിട്ടില്ല. ആ ഓഫർ സ്വീകരിക്കാനൊട്ട് സാധ്യതയും. കാരണം ഈ അമേരിക്കയുടെ ഇടപാടുകളെ വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം ഇന്ന് പറയുന്നതല്ല അവർ നാളെ പറയും. ഒരു തരത്തിലും അവരുടെ പറയുന്ന വാക്കുകൾക്കോ കമ്മിറ്റ്മെന്റിനോ ഒന്നും ഒരു എത്തിക്സും കീപ്പ് ചെയ്യാത്ത ഒരു രാജ്യമാണ്. അവിടെ ഒരു പ്രസിഡന്റ് മാറിക്കഴിഞ്ഞാൽ മതി, അവർ ഇന്നലെ വരെയുള്ള പോളിസി മാറ്റി മറ്റൊരു പോളിസി ആക്കും. അത് മാത്രമല്ല, അവിടെ നിന്ന് വാങ്ങുന്ന ഇതുപോലുള്ള വിമാനങ്ങളുടെ മേളിൽ നമുക്ക് സമ്പൂർണമായ ആ ഒരു അധികാരം ഉണ്ടാവില്ല. നമുക്കിഷ്ടമുള്ള ആയുധങ്ങൾ അത് ഘടിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ അവരതിന്റെ സോഴ്സ് കോഡ് തരില്ല. ഇപ്പൊ തന്നെ പാകിസ്ഥാന് തന്നെ F-16 വിമാനങ്ങളുണ്ട്. അമേരിക്കയുടെ അനുവാദം കൂടാതെ അത് പറത്താൻ പാടില്ല എന്നൊക്കെയാണ് കോൺട്രാക്ട്.
അതൊന്നും നമുക്ക് സ്വീകാര്യമായ കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും ഇന്ത്യ അത് വാങ്ങാനൊട്ട് സാധ്യതയുമില്ല. ഇതാണ് സിറ്റുവേഷൻ. പക്ഷെ വിമാനം ഏറ്റവും അത്യാധുനികമായ സ്റ്റെൽത്ത് വിമാനം തന്നെയാണ്. അതിനെ റഡാറുകൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ യാഥാർത്ഥ്യമായി നിൽക്കെ തന്നെ ഇന്ത്യ അത് വാങ്ങാൻ സാധ്യത കുറവ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എന്താ പറയുക, അക്ഷരാർത്ഥത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു എന്നാണ് സാർ പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സമൂഹത്തിൽ പ്രചരിക്കാതിരിക്കട്ടെ. എന്തായാലും F-35 എന്ന് പറയുന്ന വിമാനം ബ്രിട്ടൻ തിരിച്ചു കൊണ്ടുപോകും തന്നെയാണ് നമ്മൾ കരുതുന്നത്. അവരുടെ അറ്റകുറ്റപ്പണികൾക്ക് അവരുടെ ആളുകൾ വരുമെന്നും പറയുന്നു. അത് ശരിയായ രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ പുരോഗമിക്കട്ടെ. നന്ദി സർ.